റേസിസം നമ്മയൊക്കെ അലോസരപ്പെടുത്തുന്നു. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്നുപെടാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ഇന്ത്യക്കാരൻ കാറിൽ പാർക്ക് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഒരു വെള്ളക്കാരൻ ചോദിക്കുന്നത്, താനെന്തിനാണ് ഇവിടെ, ഞങ്ങളുടെ രാജ്യത്ത് തനിക്കെന്താ ഇവിടെ കാര്യം, താനെന്തിനാണ് ഇവിടെ വന്നത്? അയാളെന്തായാലും മറുപടി പറയുന്നില്ല. നിങ്ങൾ ഇന്ത്യക്കാരെ കൊണ്ട്, നിങ്ങളുടെ വെള്ളക്കാരുടെ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, നിങ്ങളെല്ലാം ഇങ്ങോട്ട് കടന്നു കയറിയിരിക്കുന്നു. അപ്പം ഈ ചോദ്യം കേട്ട ഇന്ത്യക്കാരന് ഒരുപക്ഷെ അമേരിക്കൻ പൗരനാകാം. പക്ഷേ അമേരിക്കൻ പൗരത്വമൊന്നും അവർക്ക് പ്രശ്നമല്ല, നിറം ആണ് പ്രശ്നം. അപ്പം അത് വലിയ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് ഇങ്ങനെ റേസിസം ഒന്നും ശക്തമായിട്ടില്ല. അപ്പോൾ കാറ് വാങ്ങാൻ പോയി അവിടെ അതിൻ്റെ സെയിൽസ് വുമൺ അവരുമായിട്ട് നല്ല ലോഹ്യത്തിലായി. കുറേ മണിക്കൂറുകൾക്ക് ശേഷം, 2-3 മണിക്കൂറുകൾക്ക് ശേഷം അവർ ചോദിക്കുന്ന, ഇന്ത്യയിലെ ഒക്കെ സ്ഥിതി എന്താണ്, അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, ഞാനിവിടെ അമേരിക്കൻ പൗരനാണ് എന്ന് പറയുമ്പോഴും എന്നാലും പോകാൻ പറ്റത്തില്ല തിരിച്ച്. അപ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് അവർ ചോദിക്കുകയാണ്. എന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു അമേരിക്കൻ പൗരനായിട്ട് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ രാജ്യമല്ല ഇത് എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് വലിയ ന്യായങ്ങളൊക്കെ പറയാം. ഇവിടെയുള്ള എല്ലാവരും ഇമിഗ്രൻസ് ആണ്, എവിടെന്നെങ്കിലുമൊക്കെ വന്നവരാണ്, അല്ലാതെ ഇവിടെ ജനിച്ചു വളർന്നവർ ഈ നേറ്റീവ് അമേരിക്കൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മളെ പോലെ വന്നവരാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ പറഞ്ഞാലും അത് എത്ര കണ്ട് ഫലവത്താകും എന്ന് നമുക്കറിയില്ല. കാരണം ആ റേസിസം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അനുഭവിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും രീതിയിൽ നേരിട്ടോ അല്ലാത്ത രീതിയിലോ ഒക്കെ. പിന്നെ പലപ്പോഴും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഇതിനൊക്കെ വഴക്കുണ്ടാക്കാനായിട്ട് നമുക്ക് കെൽപ്പില്ല, നമുക്ക് ആവശ്യവുമില്ല, താല്പര്യവുമില്ല. അപ്പോൾ നമ്മളത് കഴിവതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മൾ ഒക്കെ ചെയ്യാറുള്ളത്. അത് അങ്ങനെ തന്നെ വേണം താനും. അതാണ് നമ്മുടെ സേഫ്റ്റി ഒക്കെ നോക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കുടത്തിലെ ഭൂതം ഒരിക്കൽ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് കുടത്തിലടയ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റേസിസം ഒക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്നതാണ്. ഓരോ സമയത്ത് ഓരോ തരം ആശയങ്ങളും ഓരോ രീതിയിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്, ശക്തിപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് നമുക്ക് നോക്കണം.